അതാണ് ഇപ്പോൾ അങ്ങാടിയിലൊക്കെ കാണുന്ന ഈ മെക്സിൻ്റെ എന്താ മെസ്സിയോ എത്ര പേരുണ്ടല്ലേ മെസ്സോ ആ ഒക്കെ പതിരിങ്ങൾ പേര് പോലെയൊക്കെയാണ് പറയുന്നത്. ഒക്കെ പഠിച്ചു വെച്ചാണ് കോയാമോ. ഫ്ലക്സ് നെയ്മറിൻ്റെ സിറ്റൗട്ടിൽ കാണുമ്പോൾ നെയ്മറാണ് കിടക്കണത്. നെയ്മറിൻ്റെ ശരിക്കുള്ള ബിംബം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ ഫ്ലക്സിൽ ഇങ്ങനെ ചിത്രമല്ല തടയണത്. അത് തെറ്റാന്നുള്ളത് ആർക്കും തർക്കമല്ല. എന്നോടൊരാൾ ചോദിച്ചു, അഞ്ചൻ്റെ മകൻ എന്നോട് ചോദിച്ചു, എനിക്കൊരു പീടിയുണ്ട് അങ്ങാടിയിൽ, ആ പീടിയയിൽ ഈ ഫ്ലക്സ് വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഷറിയ വശം അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ എന്തായാലും വെക്കാൻ അയക്കണ്ടായിരുന്നു ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തേക്കരെ വെച്ചാൽ പറയാം ആ ഷറിയായ വശം എന്താണ് വെക്കണം എന്നാണ് പിന്നെ അനക്കുക. നിങ്ങളിപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ എന്താ ഈ വെച്ചോ, അഞ്ചൻ്റെ മോനല്ലേ ഉറപ്പിച്ചാനോലേക്ക് വെച്ചോ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇഞ്ഞ് എൻ്റെ ഗൗരവം കൂടിയായിരുന്നു ഞാൻ. ഇഞ്ഞ് എന്തായാലും വെക്കാൻ പറ്റില്ല. ആരോടൊക്കെ എന്താ പറയുന്നറിയോ, ഷറയിൽ ഇപ്പം എന്താ പറയുന്നത്, ഈ ബോർഡ് വെക്കൽ നിർബന്ധമാണ്. ഞാൻ വെക്കണില്ല. ഇന്ന് നിങ്ങൾ ആരോ ഒന്നിട്ടും ചോദിച്ചാൽ ഇനി ചാറ് താല്പര്യമില്ലേ, നല്ല തീരെ നാടനാണ്, നല്ലൊരു ദീന്മക്ക് മഹബത്തുള്ള അയാൾക്ക് നല്ലൊരു പീടിയൊക്കെ കൊടുത്താണ്. അപ്പോൾ ആ പീടിയമേൽ ഇത് വെക്കട്ടെ. ഫുട്ബോൾ കളിക്കണേനൊന്നും താറാറൊന്നുമില്ല. നമ്മൾ പണ്ടേ പറയുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, നല്ല നീയത്താണ്. ഇപ്പോൾ കൂലി വരെ കിട്ടുന്നുള്ളത് നമ്മൾ നിൽക്കണത്. ഒരു വ്യായാമമൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് കളി കാണലിൽ പെട്ടതല്ല. അത് 2 മണിക്ക്, രാത്രി 2 മണിക്ക് 3 മണിക്ക് കണ്ടാണ്ട് പിന്നെ 10 മണി വരെ കടന്നുറങ്ങുക, സുബൈയില്ല. അത് ഭയങ്കര തെറ്റല്ലേ. എന്ന് മാത്രമല്ല, ആ കളിക്കും വേണ്ടി 3 മണിക്ക് ഉണരാൻ കഴിയും. ഒരു താജസ് കൈ കണ്ടറക്കായത്തിന് വേണ്ടി ഒരിക്കലും നീചാനും കഴിയില്ല പറഞ്ഞാൽ അത് ഭയങ്കര ലക്ഷണക്കേടല്ലേ. ഇതിൻ്റെ ടൈം അങ്ങനെയൊക്കെ വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോഴത്തെ ഞാൻ പഠിച്ചിട്ടില്ല, ശരിക്ക് പഠിച്ച് വരുന്നുള്ളൂ. ടൈമൊക്കെ അതെല്ലാം നടക്കേണ്ടല്ലോ അല്ലേ. എല്ലായിടത്തും ബോളൊക്കെ എൻ്റെ പൂക്കുളത്തൂർ അങ്ങോടിയിലൊക്കെ ഭയങ്കര മെസ്സിൻ്റെ ഒരു ഇപ്പം ഈ പറഞ്ഞ ഏതൊരു ഫോട്ടം വെച്ചിട്ടുണ്ട്. ഈ ആരാധകരാലുണ്ടല്ലോ, അത് ഭയങ്കര തെറ്റാണ്. ആരാധനകൾ മൂത്തിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ പൈസ, അതിനൊക്കെ പൈസ, നല്ല കാര്യത്തിന് പൈസ ചോദിച്ച പൈസ ഉണ്ടാവില്ല. ആ ബോർഡിന് 2500 റുപ്യ എനിക്ക് വിവരം കിട്ടി. ഒരു നെയ്മറിൻ്റെ ഒറ്റ ഫോട്ടം ഇങ്ങനെ മഞ്ഞ ഒറ്റ ഫോട്ടം തടിയുള്ളത് ഇത്ര ഏകദേശം കട്ടിയുണ്ടത് ഞാൻ കണ്ട് 2000 റുപ്യേന് ഉണ്ട്. അതിനൊക്കെ ഈ കുട്ടികളെടുത്ത് കായുണ്ട്. ഒരു നല്ല കാര്യത്തിൽ എന്താവില്ല. അതൊക്കെ എന്തായാലും തെറ്റാണ്. ആ പൈസ ചിലവാക്കിയുണ്ടല്ലോ, അള്ള തന്ന പൈസ അള്ളാഹ്ക്ക് ഒട്ടും തൃപ്തിയില്ലാത്തൊരു കാര്യത്തിലാണ് അത് ചിലവഴിക്കുന്നത്. ആയാതി ഫോട്ടോ ഫ്ലക്സിമേൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും, നമ്മൾ ജിഫ്രി തങ്ങൾ ഫോട്ടോ റോട്ടിൽ ഇങ്ങനെ ഫ്ലക്സിൽ വെച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് കൗലുണ്ട്, പറ്റുന്നുള്ള കൗലുണ്ട്, ഉണ്ടായിട്ട് തന്നെയാണ്, ഉണ്ടാക്കല്ല. അല്ലെങ്കിൽ നിങ്ങളെ മൂല്യന്മാർ ഫ്ലക്സൊക്കെ ഉണ്ടല്ലോ, ആ ഫ്ലക്സ് വേറെ, ഈ തടിയുള്ളത് വേറെ. തടിയുള്ളത് ഒറ്റ വ്യക്തിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ വെച്ചേക്കാണ്. ജംഗ്ഷനിലൊക്കെ വലിയ ആളായിട്ട് വലിയ ഉയരത്തിൽ 4-5 ആളെ വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് എത്രങ്ങാനും ഉറപ്പുണ്ടാവുന്നുണ്ട്. ആ ആരാധന, ആ മനോഭാവം അത് കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് ഈമാനുള്ളവർക്ക് ഭയങ്കര ബേജാറാണ്. നേരെ മറിച്ച് ആ 3 മണിക്ക് ഈച്ചേണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന, പ്രാർത്ഥിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൺകുളിർമയാണ്.